മുനമ്പത്ത് വലിയ ആഹ്ലാദ പ്രകടനമാണ് സമരസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ട ശേഷം വിഷ്ണുവിലേക്ക് പോകാം. മുനമ്പത്ത് നിന്ന് വിഷ്ണു പ്രകാശ് നമുക്കൊപ്പം ചേർന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വലിയ ആഹ്ലാദ പ്രകടനമാണ് മുനമ്പത്ത് സമരസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവർക്ക് എന്താണ് പറയാനുള്ളത് വിഷ്ണു? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ മുനമ്പൻ ജനതയെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ഒരു 2 ദിവസങ്ങളാണ് ഇന്നലെ കഴിഞ്ഞു പോയത്. ആദ്യ ദിവസം ലോക്സഭയിൽ ഈ ബില്ല് വരുന്നു, ആ ബില്ല് പാസ്സാക്കുന്നു. ഇന്നലെ രാജ്യസഭയും ഈ ബില്ല് പരിഗണിച്ച് ആ ബില്ല് പാസ്സാക്കുന്നു. ഏതായാലും ഇവിടെ ജനങ്ങൾ അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് നോക്കിക്കണ്ടതും. ഇന്നലെ രാത്രി, ഇന്ന് പുലർച്ചെ ആളുകൾ ഈ ബില്ല് പാസ്സാവുന്നത് വരെ തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ സമരപ്പന്തലിൽ അവർ തുടരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെയായിരുന്നു സ്ഥിതി. അവർ ഈ TV-യിൽ തത്സമയമായി തന്നെ ലോക്സഭയിലെ ക്രമീകരണങ്ങൾ, അവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം തത്സമയമായി തന്നെ ഇവിടെ കാണിക്കുകയും അതിന്റെ ഒരു വിലയിരുത്തൽ ഇവർ തന്നെ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കിയതോടുകൂടിയാണ്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആളുകൾ ഇവിടെ നിന്നും മടങ്ങിയത്. സാധാരണഗതിയിൽ രാവിലെ 9 മുതൽ 5 വരെയാണ് ഇവരുടെ നിരാഹാര സമരം കഴിഞ്ഞ 173 ദിവസമായി നടന്നു വന്നിരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലൊന്നും കാണാത്ത വിധം സാധാരണഗതിയിൽ 5 മണിക്ക് ശേഷം അവർ പിരിയുകയാണ് പതിവ്. എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസവും അവർ ഇവിടെ തന്നെ തങ്ങി രാവിലെ പുലരുവോളം ഇവിടെ നിന്ന് അതിന്റെ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തി അവർക്ക് അവരുടെ ഒരു ജയത്തിലേക്കുള്ള ആ ജയത്തിലോട്ട് നീങ്ങുന്നത് അവർ നേരിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഏതായാലും ആ മുനമ്പം ജനതയെ സംബന്ധിച്ച് അവർ തികഞ്ഞ പ്രതീക്ഷയിലാണ്. അവരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള, നമുക്കറിയാം, ലാൻഡ് റവന്യൂ അവകാശങ്ങൾ അവരുടെ ഭൂമിക്ക് തിരിച്ചു നൽകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നത് വരെ ഈ ഒരു സമരം തുടരാനാണ് നിലവിലുള്ള തീരുമാനം. അതിന്റെ ആദ്യപടിയായിട്ടുള്ള കടമകൾ, അതായത് ലോക്സഭയും രാജ്യസഭയും ഈ ബില്ല് പാസ്സാക്കുക, അത് ഏകദേശം കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ അത് നിയമമായി വരുന്നതും പിന്നീട് സംസ്ഥാന സർക്കാർ അതിൽ എടുക്കേണ്ട നിലപാടുകളുമാണുള്ളത്. ഏതായാലും മുനമ്പം ജനത സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ മുനമ്പം ജനത സന്തോഷത്തിലാണ്. കഴിഞ്ഞ ദിവസം ലോക്സഭ കടന്ന് ബില്ല് രാജ്യസഭയിലേക്ക് എത്തുന്ന സമയത്തും പടക്കം പൊട്ടിച്ചാണ് അവർ ആഘോഷിച്ചത്. ഇപ്പോഴും രാജ്യസഭയിൽ ചർച്ച അവസാനിക്കുന്നതുവരെ അവർ കാത്തിരിക്കുകയായിരുന്നു. ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നിയമമായി മാറുന്നതുവരെ സമരം തുടരും എന്നാണ് പറയുന്നത്.